ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് ആൾക്കാരും ഉണ്ട്. ഒരു വലിയൊരു കാര്യമായിട്ട് കാശ്മീർ വരെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹായ് ഹായ് നമസ്കാരം. എൻ്റെ പേര് നിജിൻ എന്നാണ്. പിന്നെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. പുള്ളിക്കാരൻ തുണി മാറിക്കൊണ്ടിരിക്കുകയാണ്. 18+ ആണ്. അങ്ങോട്ട് പോകണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞാൽ എൻ്റെ പേര് നിജിൻ എന്നാണ്. ഞാൻ കോഴിക്കോടുകാരനാണ്. പിന്നെ ഒരാളും കൂടെ നമുക്ക് പരിചയപ്പെടാണ്ട്, ആള് പിന്നടിയിലാണ്. അപ്പോൾ ആളുടെ പേര് റനീഷ്, വയനാട്. അപ്പോൾ ഞങ്ങൾ വയനാട് നിന്ന് ഒരു 2.5 വർഷം മുമ്പ് ഈ ഒരു സൈക്കിളായത്, ആദ്യം 2 സൈക്കിളായിരുന്നു. സൈക്കിൾ ഇന്ത്യ മൊത്തം ഇറങ്ങിയ പോകുന്ന വഴിക്ക് കാണുന്നവരിൽ നിന്ന് കുറഞ്ഞത് ₹1 കളക്ഷൻ നടത്തി 5 ഭിന്നശേഷിക്കാരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന കൺസെപ്റ്റായിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഞങ്ങൾ യാത്രയിലാണ് കുറഞ്ഞത് ₹1 തന്ന് സഹായിച്ചാൽ 5 ഭിന്നശേഷിക്കാർക്ക് വേറെ കുടുംബങ്ങൾക്ക് വീടാകും. ഞങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് മിഷൻ ₹1 യൂട്യൂബിലോ അതുപോലെ ഗൂഗിളിലോ അതുപോലെ നമ്മുടെ ₹1 പ്രദേശങ്ങളിലോ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നോക്കിയാൽ ഞങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. പിന്നെ അത് പറഞ്ഞ പോലെ ഞങ്ങൾ സഞ്ചരിക്കുന്നത് 2 സൈക്കിൾ മാറിയിട്ട് ഇപ്പോൾ ഒരു സൈക്കിൾ ക്യാരവനാണ്. ഞങ്ങൾ ആദ്യം സഞ്ചരിച്ച 2 സൈക്കിളിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം ഞങ്ങൾ കിടത്തം ഇങ്ങനെയാണ്. ഇതിപ്പം ബെഡാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും കിടക്കുന്നത് ഇങ്ങനെയാണ്. ഈ റൈഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കാണിച്ചു തരാം. ഇത് നേരെ ഇങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഞങ്ങൾ രണ്ടാക്കും ഇരുന്ന് ചവിട്ടി. അതൊരു വണ്ടി ഒരു അപ്പം ഇതാണ്. അപ്പം ഞങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണിച്ചിട്ട്, കാരണം ഒരുപാട് സംഗതികൾ കൂടിച്ചേർന്നാണ് ഈ ഒരു സൈക്കിൾ ക്യാരവൻ. അപ്പം പറഞ്ഞില്ല, അടുക്കള മുതൽ ബെഡ്റൂം വരെയാണ് ഈ വണ്ടിയിലുള്ളത്. ബാത്റൂം ഒഴികെ ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഫാന്, ലൈറ്റ്, പിന്നെ എല്ലാ സാധനവും. പിന്നെ നമുക്ക് മേലെ സോളാറുണ്ട്. പിന്നെ നമുക്ക് സ്റ്റോറേജ് ബാറ്ററി ഉണ്ട്. അതേപോലെ എല്ലാം ഫുൾ സെറ്റപ്പാണ് വണ്ടി. അപ്പോൾ നമുക്ക് പിന്നെ ഓരോ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സൈഡ് പ്രൊഫൈൽ ഇങ്ങനെയാണ് വരിക. ശരിക്കും നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബോക്സ് പോലെയൊക്കെ ആയിരിക്കും. അതുപോലെ ബേക്കിൽ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഞങ്ങളിവിടെ മഴയൊക്കെയുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും മഴയുണ്ട്. ഞങ്ങൾ തുണിയൊക്കെ കാറ്റിടുന്ന ഇവിടെയാണ്. പിന്നെ ഇവിടെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. ഓൾ ഇന്ത്യ സൈക്കിൾ റൈഡ് മിഷൻ ₹1 ഞങ്ങളെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ ബ്രേക്ക് ലൈറ്റ്, അങ്ങനെ. പിന്നെ നമ്മുടെ വണ്ടി പോകുമ്പോൾ നമ്മൾ രാത്രിയൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും ഒരു പള്ളി പെരുന്നാളുള്ള ഫീൽ ചെയ്യണം. കാരണം അല്ലെങ്കിൽ വണ്ടി വേറെ വരുന്ന വണ്ടികൾക്കൊരു നമ്മളുണ്ട് എന്ന് മുമ്പിൽ അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഫ്രണ്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നോക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ബോക്സ് പോലെയല്ല, ചെറിയൊരു പിന്നെ സ്കൂൾ ബസ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബസ്സിൻ്റെ ഒരു ഫീൽ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്താണ്. അല്ലെങ്കിൽ വെറും പെട്ടി പോലെ. ചില ആൾക്കാരെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പിന്നെ ലോട്ടറി കടയാണോ, പിന്നെ തട്ടുകട. ഇതുണ്ടോ ഓട്ടോമാറ്റിക് കർട്ടൺ കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ്. ഗൈസ് ഭയങ്കര സെറ്റപ്പാണ് നമ്മുടെ വണ്ടി കേട്ടോ. അതൊക്കെ നോക്കി കഴിഞ്ഞാൽ പടം വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അതെ, അത് ഞങ്ങൾക്ക് ഒരു കൊല്ലത്ത് കോളേജിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടികൾ വരച്ചതാണ്. ഓക്കെ. പാട്ടൊക്കെ കേട്ടോണ്ട് പോകുന്നുണ്ട്. ഹോം തിയേറ്റർ ഉണ്ട്, ഫാന്, ഫോണ് ചാർജ് ചെയ്യാനുള്ള സംവിധാനം, ഇതിനടിയിൽ ചെറിയൊരു ഗ്യാസ് കുറ്റി ഉണ്ട്, അതിൻ്റെ അകത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു വീട്. ഭയങ്കര സെറ്റപ്പാണ്. ഇതൊന്ന് മറച്ച് കാണാം, മറച്ച് കണ്ടില്ലല്ലോ. അതാണ് നമ്മുടെ ഈ യാത്രേന്റെ ഉദ്ദേശം. വയനാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വീടുകളുടെ മിനിയേച്ചർ അത്. അപ്പൊ ഇവര് ഇങ്ങനെയാണോ നമ്മള് ഇനി റൈഡ് ചെയ്യാൻ പോകുന്നത്. ഇത് എങ്ങനെ അങ്ങ് വിട്ടാൽ വളരെ സിമ്പിളാ. സാധാ 2 ഗിയർ സൈക്കിള് ഹൈബ്രിഡ് ആയിരുന്നു. ഞങ്ങളിത് MTB പോലെ ആക്കിയിട്ടുണ്ട്. കുറെ അൾട്രേഷൻ വർക്കൊക്കെ ചെയ്തിട്ട്. പിന്നെ നമുക്ക് 2 ഹാൻഡിൽ ഉണ്ട്. പക്ഷേ ഒരെണ്ണം തിരിച്ചാലും അതിന്റെ കൂടെ മറ്റേത് തിരിഞ്ഞോളും. അതുകൊണ്ട് ഒരാൾക്കും വേണമെങ്കിൽ സുഖമായിട്ട് ഓടിച്ചോണ്ട് പോവാം. 2 പേരുടെ കയ്യിലും ആക്സിലേറ്റർ ഉണ്ട്. ഇവിടെ സ്വിച്ച് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഓണാക്കി കൊടുത്തിട്ട് ഇതങ്ങ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നമുക്ക് വലിയ കയറ്റം കയറുമ്പോൾ റിവേഴ്സൊക്കെ കയറുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കിട്ടും. പിന്നെ ഒരു മീറ്റർ, ഡിജിറ്റൽ മീറ്റർ വെച്ചിട്ടുണ്ട്, സ്പീഡോമീറ്റർ വെച്ചിട്ടുണ്ട്, കിലോമീറ്ററൊക്കെ അറിയാം. ചെറിയൊരു ഗ്യാസും കുറ്റി ഉണ്ട് ഇതിനകത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇതിനകത്ത് ടൂൾസുകളാണ്. നമുക്ക് വേണ്ടുന്ന പഞ്ചർ ഒട്ടിക്കാനുള്ള സാധനങ്ങളും ടയറും ട്യൂബുകളും എല്ലാ സാധനങ്ങളും ഇതിനുള്ളിലുണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇപ്പൊ നമ്മള് കേരളത്തിന്റെ ഇപ്പൊ ഏതൊക്കെ ഭാഗങ്ങൾ കവർ ചെയ്തു? ഇപ്പൊ കേരളത്തിൽ ഇത് 13ാമത്തെ ജില്ല ആയതുള്ളൂ. ഞങ്ങൾ വയനാട് ഇറങ്ങിയിട്ട് കാസർഗോഡ് പോയി. കാസർഗോഡ് നിന്ന് ഇങ്ങനെ താഴേക്ക് ഓരോ ജില്ലയും കവർ ചെയ്ത് വരാം. ഇപ്പൊ കൊല്ലം കഴിഞ്ഞാൽ തിരുവനന്തപുരം പോകും. തിരുവനന്തപുരം കഴിഞ്ഞാൽ കന്യാകുമാരി വഴി അങ്ങനെ ചെന്നൈ വഴി തമിഴ്നാട് ആന്ധ്ര വഴി അങ്ങനെ മുകളിലേക്ക് പോയി ലഡാക്ക് വരെ പോയിട്ട് തിരിച്ചു വരാനാണ് പരിപാടി. ഏകദേശം 28 സ്റ്റേറ്റും കവർ ചെയ്യും. 2.5 വർഷം കഴിഞ്ഞു. 2.5 വർഷം കഴിഞ്ഞു. ഡിസംബറും കൂടെ കഴിഞ്ഞാൽ 3 വർഷം. 3 വർഷമായിട്ട് ഒറ്റ ട്രാവൽ ഇങ്ങനെ പോയേക്കാം. വീട്ടിലേക്ക് ഒഴിവാക്കിയത്
ശരിക്കും പറഞ്ഞാല് ഞാൻ വൈഫുണ്ട് കേട്ടോ. എനിക്ക് വൈഫുണ്ട്, 9 വയസ്സുള്ള മോനുണ്ട്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയും വീട്ടിലുണ്ട്. ആരെ ഹാപ്പിയാണ്, നല്ല സപ്പോർട്ടാണ്. ഇടയ്ക്ക് ഞാൻ ഇതുവരെ വീട്ടിലേക്ക് പോയിട്ടില്ല, 2.5 വർഷം കഴിഞ്ഞു. പക്ഷേ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരും, നമ്മളെ കാണാൻ പോകും. ഇയാള് പിന്നെ ഇടയ്ക്കൊരു മരണമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ഒന്ന് പോകേണ്ടി വന്നു. പിന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പറയാൻ നമ്മുടെ ഗവൺമെന്റിന്റെ സപ്പോർട്ടും അതെ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തറേൻ്റെ പണികളിലൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ബാക്കി കുറേശ്ശെ ചെയ്യാം. എന്തായാലും നിങ്ങൾ യാത്ര പോകുന്നവരാണ്, ഈ യാത്രയിൽ ചെറിയൊരു ഉദ്ദേശം വെക്കുക, എന്തെങ്കിലും ഒരു നന്മ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി. എന്തെങ്കിലും ചെറുത് മതി. സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. ഇംഗ്ലീഷൊന്നും അറിയില്ല പഠിച്ചു വെച്ച 2 ഡയലോഗാണ്. ടീച്ചറാണ്. ഓക്കെ, ടീച്ചർ സ്കൂളിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ലീവ് എടുത്താണ്. അപ്പൊ എത്ര വർഷത്തേക്ക് ലീവ് എടുത്തേക്ക്? ആദ്യം 1 വർഷമായിരുന്നു, ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ പുള്ളി അവിടെ ഒരു ബിസിനസ്സാണ്, ഷോപ്പ്, മൊബൈൽ ഷോപ്പാണ്. അയ്യോ. അപ്പൊ ഇനി എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇനി തിരിച്ച്? ഇനിയിപ്പോൾ ഒരു 1.5 വർഷം കൊണ്ടെല്ലാം കംപ്ലീറ്റ് ആവും. ഓക്കെ. പിള്ളേരൊക്കെ വീട് പണി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ നമ്മൾ തിരുവനന്തപുരം കഴിയുമ്പോൾ 5 വീടും കംപ്ലീറ്റ് ആവും. അതർ സ്റ്റേറ്റിലേക്ക് പിന്നെ ചുമ്മാ ജസ്റ്റ് മാത്രം. ഓക്കെ. ഫുള്ള് ഇതൊക്കെ നിങ്ങളുടെ സ്പോൺസേഴ്സ് ആയില്ലേ? ഓക്കെ. നിങ്ങൾക്ക് ഇത്രയും ചെയ്തതിന് എത്ര ചിലവായി? 83 രൂപ. ഓക്കെ. നിങ്ങൾ നോക്കി ഗൈസ്, താണ്ടെ ഇവർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതിൻ്റെ മിനിയേച്ചറൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് സെറ്റപ്പാണ്. ബ്രോയുടെ പേര് പറഞ്ഞില്ല. പേര് പറഞ്ഞില്ല അല്ലേ? എന്റെ പേര് റനീഷ്. ഞാൻ ശരിക്കും വയനാട് അമ്പലവയലുകാരനാണ്. മറ്റേ ആള് കോഴിക്കോട് ബാലുശ്ശേരി. ഓക്കെ. നമ്മുടെ കൊട്ടാരക്കര റീജിയൻ കവർ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തുള്ള മനസ്സലിയുള്ള ആൾക്കാർ നല്ല ആൾക്കാരാണ്. ഞങ്ങൾ കൊല്ലത്തേക്ക് കയറിയപ്പോൾ വന്ന ടൗണൊക്കെ അടിപൊളിയായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ഭക്ഷണവും അതുപോലെ താമസവും അതുപോലെ തന്നെ നമുക്ക് സംഭാവന വന്നിട്ട് എല്ലാം കൊണ്ടും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. സ്നേഹമുള്ള ആൾക്കാരാണ് കൊല്ലക്കാർ. പൊളിക്കാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതേപോലെ തന്നെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇങ്ങനെ വലിയ നോട്ടുകളുണ്ട്, ചെറിയ നോട്ടുകളുണ്ട്, പിന്നെ കുറച്ചും കൂടി വലിയ നോട്ടുണ്ട്. ഇതിന്റെ നടുക്കുള്ള സാധനമുണ്ട്. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതേപോലെ നമ്മുടെ ചോദ്യം കുറഞ്ഞത് 1 രൂപ എന്നുള്ളതാണ്. ഇങ്ങനെ 1 രൂപ തന്നിട്ടും ഇതേപോലെ ഉള്ള പൈസകൾ തന്നിട്ടുമാണ് നമുക്ക് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഫുള്ള് സെറ്റാ. ഒരാൾക്കായാലും ഇത് ഓടിച്ചു മതി. അപ്പോൾ അവരെനിക്ക് മുന്തിരിങ്ങ തന്നേക്കുവാണ്. സ്പോൺസറെ കിട്ടുകയാണെങ്കിലുണ്ടല്ലോ നമ്മൾ വണ്ടി അടിപൊളിയായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാനും തീരുമാനിച്ചിരിക്കണം. സൈക്കിൾ തന്നെയാണ്. ഇന്ത്യയുടെ സെറ്റപ്പും എല്ലാം കൂടെ ചെയ്ത് പ്ലാൻ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ നമ്മുടെ സ്പോൺസറുടെ കയ്യിൽ വേണ്ടത്ര പൈസേൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ കുളത്തിലാക്കി ഉള്ളതുപോലെ ഇനിയിപ്പോൾ നല്ല ഒരാളെ കിട്ടിയാൽ ഒന്നും കൂടി അടിപൊളിയാക്കണം. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായമൊക്കെ GPay നമ്പർ ഉണ്ട്. ഇത് ഞങ്ങളെക്കുറിച്ച് അറിയാണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് മിഷൻ 1 റുപ്പി എന്ന് ഗൂഗിൾ ചെയ്യാം. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ നമ്പറാണ്, GPay നമ്പറാണ്. ഞങ്ങളെ ഇതൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയുള്ള യാത്ര ട്രിവാൻഡ്രം അല്ലേ? ഇനി അടുത്ത ജില്ല നമ്മുടെ ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം കഴിഞ്ഞാൽ കേരളം കഴിയും. കേരളം കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകും. ഓക്കെ. നല്ല സമയം എടുക്കും. ഓരോ ജില്ലയിൽ തന്നെ 3-4 മാസം ഉണ്ടാവും. ബോക്സ് ഉണ്ടല്ലോ, നിങ്ങൾ വഴി വെച്ച് അങ്ങനെ കാണുവാണെങ്കിൽ ഇതിൽ പൈസ ഇട്ടിട്ട് പോവാം. അതിലിടാം. അതിൻ്റെ അടുത്ത പൈസ കേട്ടോ. ഓക്കെ, അതിൽ നിന്ന് അടുത്ത പൈസയാണ്. ഒരാൾക്ക് നമ്മൾ പോലെ അറിയാണ്ട് കൊണ്ടിടുന്നതാണ്. ഓക്കെ. എല്ലാം മടക്കി വെക്കുവാണ്. നമ്മുടെ അഴയിൽ നിന്നെല്ലാം സാധനം ഇവിടെ എടുത്തു. ഇവിടുന്ന് പോവാണ്. ഈ തോർത്തിന്റെ കാലാവധി കഴിഞ്ഞു. തോളയാ മീറ്റിംഗ് ആണല്ലേ? ഫുള്ള് സെറ്റപ്പാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഓക്കെ. രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാലേ ഈ വണ്ടി പോകത്തുള്ളൂ. എല്ലാത്തിലും മനസ്സൊന്നായിരിക്കണം. അങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ. ഹാൻഡ് ബ്രേക്ക് ഇട്ടു കേട്ടോ. ഹാൻഡ് ബ്രേക്ക് ഇട്ടാ കണ്ടില്ലേ? ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലേ? ടയറാണ്. ടയറെടുക്കാം.
ടൗണിലേക്ക് ആണ് വണ്ടിയുണ്ട്. ആ ബൈക്ക് ഉണ്ട് അല്ലേ? അല്ലെ നമ്മളെ ലിഫ്റ്റ് അയച്ചു സൈക്കിള് ബാക്കി ഇരിക്കാൻ പറ്റും. ആയിരിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഒന്ന് ഇതിനകത്ത് സഞ്ചരിക്കാൻ വേണം. ഇവരെങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. വണ്ടി ഓടിച്ചു വന്നാലും ബൈക്ക് എടുക്കണോ? മാഷ എടുത്തിട്ട് തോന്നോ? ബൈക്ക് എടുത്തോണ്ടോ? ഈ ബൈക്ക് എടുത്തു. അപ്പോൾ ഗൈസ് നമ്മൾ പോകുകയാണ് ഗൈസ്. അമ്മേ ഞാനിത് എല്ലാം ചെയ്യുന്നില്ല. ഇതാണ് ചവിടുമ്പോഴുള്ള കൊള്ളാം, ചെലപ്പാണ്. നിങ്ങൾ ഇത്രയും ഇത് എടുക്കുന്നുണ്ടോ? ഒരു ഭയങ്കര എക്സസൈസ് ആണ് ഗൈസ്. എഫോർട്ട് ഒന്നല്ല. എല്ലാവരും കാണുമ്പോൾ വളരെ സംഭവം. 2 സൈക്കിള്, ബോക്സ്, വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട. ഇപ്പൊ കൈയൊക്കെ ഫുള്ള് തണ്ടോ? കാലൊക്കെ നല്ല ശക്തിയായിരിക്കും. അതെ അതെ, കാലും കൈയും നല്ല പവറാവും. ദൈവമേ, ഇനി ഞാൻ കുറെ ദൂരം അതിന് പിറക്കായി. ഇല്ല, കുറെ നാളായി ഞാൻ സൈക്കിൾ എവിടെയിട്ട്. ഇപ്പോൾ ശേഷം സൈക്കിൾ എവിടെ വലിയ സംഭവം. ഫോണൊക്കെ ഉണ്ട്. ഹാൻഡിൽ വീണ്ടും നോക്കിയേ. ശരിക്കും പെട്ടെന്ന് ഒരാൾ കയറി ഓടിക്കുമ്പോഴേ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം അങ്ങോട്ട് തിരിക്കണോ ഇങ്ങോട്ട് തിരിക്കണോ, 2 ഹാൻഡിൽ കൊണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും മറ്റേ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു കേട്ടോ. ഇവിടെ ഒരു കൊല്ലം ജില്ലയിൽ 2 മാസമുണ്ട്. എല്ലാ ഏരിയയും കവർ ചെയ്യും. 2 മാസം കൊല്ലത്തുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുവാണെങ്കിൽ ഇവരെ അതെ ഓടിച്ചിട്ട് പിടിക്കണം. ഓടിച്ചിട്ട് പിടിച്ച് പൈസ കൊടുക്കുക. നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഇനി സപ്പോർട്ട് ചെയ്താലേ നമുക്ക് തിരുവനന്തപുരം കഴിയുമ്പോഴത്തേനും വീട് പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആവുന്നവർ കൂടുതൽ തന്ന് സപ്പോർട്ട് ചെയ്യുക. അല്ലാത്തവർ 1 രൂപ തന്നാലും മതി. അപ്പോൾ എന്താണെങ്കിലും ചെറിയൊരു സപ്പോർട്ട് അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടാണെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുക. ഏകദേശം ഞങ്ങൾ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്ന 50-60 ലക്ഷം ആവും. 60 ലക്ഷം പോരാ. കാരണം ഞങ്ങൾ 640 സ്ക്വയർ ഫീറ്റിൻ്റെ 5 വീട്, സ്ഥലം, അതുപോലെ അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള ചെറിയൊരു സംരംഭം, അതിനകത്തേക്ക് എന്താ പറയുക, അവരുടെ ജീവിതം ലളിതമാക്കാൻ ഒരു 100 രൂപ കൊണ്ടോ അല്ലെങ്കിൽ 150 രൂപ കൊണ്ടോ ഡെയിലി ചിലവ് കഴിയണം. അതിന് വേണ്ടിയിട്ട് സോളാറും അങ്ങനെ എല്ലാ സംവിധാനം നമ്മൾ ആ കോമ്പൗണ്ടിൽ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി ഏകദേശം 60-70 ലക്ഷം രൂപയാവും. ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. പോകുന്ന വഴിക്ക് 1 രൂപ ഉണ്ടെങ്കിലും. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? അടിപൊളി അടിപൊളി. പാട് വിടും കേട്ടോ. ഇറക്കം വരുമ്പോൾ പ്രശ്നമില്ല. പിന്നെ ഹാൻഡിൽ നമ്മൾ ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു അതെ അതെ, പെട്ടെന്നൊന്നും കയ്യിലേക്ക് വഴങ്ങി വരത്തില്ല അത്. ഇപ്പോൾ കുറേ ആൾക്കാർ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കട്ടെ എന്ന് പറയാം. പ്രത്യേകിച്ച് 2 അടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓടിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ നമ്മൾ കൊടുക്കത്തില്ല, ഓടിക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ വിശേഷം അല്ലേ? ഓക്കെ. അപ്പോൾ ബ്രോ തീർച്ചയായിട്ടും തുടർന്നും ടച്ചുണ്ടായിരിക്കുക. വീഡിയോ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ, മെസ്സേജ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ ബൈ. അടിയിൽ ഞെക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇവരുടെ ചാനൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഇനി കൂടുതലൊന്നും പറയില്ല. അപ്പോൾ ഞങ്ങൾ ഇനി വരുന്ന വഴിക്ക് കാണുകയാണെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ടാണെങ്കിലും അതാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറഞ്ഞ ദൂരമെങ്കിലും തന്നെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ ആ ഭിന്നശേഷിക്കാർക്കുള്ള വീടായിക്കൊണ്ടിരിക്കും. ഇനി പൈസ എന്നില്ലെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരിക, നമ്മുടെ വണ്ടിയൊക്കെ കാണാട്ടോ. ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ക്യാരവനാണ്. ഇതെങ്ങനെ നിർമ്മിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് വന്നറിയാം. ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം, ഹാപ്പിയായിട്ട് പോവാം. അപ്പോൾ വേറെ ഒന്നുമില്ല, ഈ നമുക്ക് ഈ യാത്രയിൽ ഒരു പുതിയൊരു ബ്ലോഗിനെ കൂടെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി, ഒരു ബ്ലോഗറും കൂടെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ട് വീഡിയോ ആയിട്ട് വരൂലേ?